ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ഇൻ്റർപ്രിറ്റ് എ പോയം. സോ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ആണ് നോക്കാൻ പോകുന്നത്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് ഇച്ചിരി ഒരു നൈറ്റ് മെയർ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോയം ആണെങ്കിലും ഒരു പ്രോസ് പാസേജ് ആണെന്നുണ്ടെങ്കിലും അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പം ഫസ്റ്റ് നോക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പോയട്രി ആണ്. ഹൗ ടു ഡു ദ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഓൺ എ പോയം. അപ്പോൾ ഫസ്റ്റ് പോയം ഒരു 3 times വായിച്ച് നോക്കുക വിത്ത് അറ്റ്മോസ്റ്റ് കോൺസെൻട്രേഷൻ. ആൻഡ് ഓരോ റീഡിങ്ങിലും പോയത്തിലെ മീനിങ് മേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ആഫ്റ്റർ ദ 3 readings നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഒരു സെൻട്രൽ തീം എന്താണെന്ന് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ നോക്കുക. ഈ 3 പ്രാവശ്യം വായിക്കുമ്പോഴും പോയത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. ആൻഡ് പോയം 3 തവണ വായിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട കാര്യമില്ല. ഫീൽ കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു റൈറ്റ് വാട്ട് യു ഫീൽ അബൌട്ട് ദ പോയം, നോ മാറ്റർ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ഓക്കെ, സോറി, ആ ഒരു പോയം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പോയം തന്നെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹൗ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ലൈൻസും കോൺസെൻട്രേറ്റഡ് ആയിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ലൈനിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പോയത്തിൻ്റെ സമ്മറി എന്താണെന്നുണ്ടെങ്കിലും തീം ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാവും. സോ ബിഫോർ യു പുട്ട് യുവർ പെൻ ടു പേപ്പർ നമ്മൾ ആദ്യമേ അറ്റൻറ്റീവായിട്ട് പോയം വായിക്കുക. ഓപ്പണിംഗ് ലൈൻസ് എസ്പെഷ്യലി ശ്രദ്ധിച്ച് വായിക്കുക. ഓപ്പണിംഗ് ലൈൻസ് ആയിരിക്കും ആ ഒരു പോയത്തിൻ്റെ കീ മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയാണ് പോയറ്റ് സബ്ജക്റ്റ് മാറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പോയം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പോസിറ്റ് വർക്ക് ഓഫ് ആർട്ടാണ്. അതിനകത്ത് മീനിങ്സും കാണും, ഇമോഷൻസും പാക്ഡ് ആയിരിക്കും. ഇപ്പോൾ പോയറ്റ് ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യും, പൊയറ്റിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുക ആ ഒരു പോയത്തിൻ്റെ ഇമ്പാക്റ്റ് ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലേ? സോ ആ തീം അല്ലെങ്കിൽ മേജർ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോയത്തിൻ്റെ ഓരോ ബിറ്റ്സും നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി എന്താണെന്നൊക്കെ നമ്മൾ നോക്കുക. അതായത് ഒരു അപ്രീസിയേഷൻ എഴുതുന്ന ഒരാൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പോയറ്റ് എങ്ങനെയാണ് ഒരു തിങ് ഓഫ് ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് പോയത്തിനെ ഇപ്പോൾ ഒരു ട്രെയിൻഡ് റീഡർ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതിനെല്ലാം ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയം എന്താണെന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് പോയം ഗുഡ് ആണോ ബാഡ് ആണോ അതോ ഇൻഡിഫറൻ്റ് ആണോ ആൻഡ് വെദർ ഇറ്റ് ഇസ് നോട്ട് ഇനഫ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നമ്മുടെ തന്നെ റീസൺസ് കൊടുക്കും നമ്മുടെ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ. സോ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ പോയത്തിന് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് കാണാം, അല്ലേ? യൂഷ്വലി പോയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇമേജറിയുടെ ബേസിസിൽ, ചോയ്സ് ഓഫ് വേർഡ്സ്, അതായത് ഡിക്ഷൻ്റെ ബേസിൽ, സിൻടാക്സിൻ്റെ ബേസിൽ, റിതമിൻ്റെ ബേസിലൊക്കെ നമുക്ക് പോയത്തിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഇമേജറി എന്താണ്, ഡിക്ഷൻ എന്താണ്, സിൻടാക്സ് എന്താണ്, റിതം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പോയത്തിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ഇമേജറി? ഇമേജറി എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ടൂളാണ്. ഇമേജസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പോയറ്റ് കവിതയെ ഇമ്പാക്റ്റ്ഫുൾ ആക്കി മാറ്റുന്നത്, അതായത് പോയറ്റിൻ്റെ ഐഡിയാസ് എങ്ങനെയാണ് ഇമേജസ് വഴി പോയത്തിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വിഷ്വൽ പിക്ചറാണ് ഇമേജ് എന്ന് പറയുന്നത്. ഒരു മെറ്റഫർ ആവാം, അതൊരു സിമിലി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആവാം. അപ്പോൾ ഇമേജറി എന്ന് പറയുന്നത് പോയിറ്റ്സ് ഓഫ് 17th century ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിലീജിയസ് ഇമേജറിയാണ് യൂസ് ചെയ്തത്. ബിക്കോസ് ആ ഒരു ഏജ് റിലീജിയസ് ആയതുകൊണ്ട്. 18th century ഏജ് ഓഫ് റീസൺ എന്ന് വിളിക്കുന്നത് കൊണ്ട് കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തുള്ള ഇമേജസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്. ആൻഡ് 19th century ആയപ്പോൾ ഒരു കൈൻഡ് ഓഫ് റൊമാൻറ്റിക് റെവല്യൂഷൻ ആയപ്പോൾ ഇമേജറി എന്ന് പറയുന്നത് മാൻ അല്ലെങ്കിൽ നേച്ചർ, ഇതായിരുന്നു ഇമേജറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. 20th century 2 വേൾഡ് വാർസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൻസൈറ്റീസ് അല്ലെങ്കിൽ ടെൻഷൻ, ആളുകളുടെ അതിനെ ആൻസൈറ്റീസ് അല്ലെങ്കിൽ ടെൻഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇമേജസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇനി പ്രോപ്പർ ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സിമിലി. സിമിലി എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഡിസിമിലർ തിങ്സിനെ കമ്പാരിസൺ ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ലൈക്കൺ ചെയ്യുവാണ്. അതായത് സിമിലാരിറ്റി എന്താണെന്ന് നമ്മൾ നോക്കുവാണ്. ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സിമിലാരിറ്റിയെ മെഷർ ചെയ്യുന്നത്. മെറ്റഫർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ലൈക്ക്നെസ്സിൻ്റെ വേർഡ്സ് കാണത്തില്ല, അതായത് ആസും ലൈക്കും എന്നുള്ള വേർഡ്സ് കാണത്തില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഹി ഫോട്ട് ലൈക്ക് എ ലയൺ, അവനൊരു ലയണിനെ പോലെ ഫൈറ്റ് ചെയ്തു, അത് സിമിലിയാണ്. ഹി ഫോട്ട് അല്ലെങ്കിൽ ഹി വാസ് എ ലയൺ ഇൻ ദി ബാറ്റിൽ എന്ന് പറയുമ്പോൾ അവൻ ലയൺ ആയിരുന്നു എന്ന് പറയുവാണ്, അതാണ് മെറ്റഫർ. പോലെ എന്നുള്ള വാക്കൊന്നുമില്ല, അവനായിരുന്നു എന്ന് ഫിക്സഡ് ആയിട്ട് പറയുവാണ്, അതാണ് മെറ്റഫർ. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻആനിമേറ്റ് ഒബ്ജക്ട്സിന് ലിവിങ് ബീയിങ്സിൻ്റെ ക്വാളിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ലൈക്ക് ആംഗ്രി സീ
നമ്മൾ മനുഷ്യനാണ് ആംഗ്രി ആവുന്നത്. സീ ആംഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സീ നല്ല രീതിയിൽ ക്ഷോഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കടൽ ക്ഷോഭം എന്ന് നമ്മൾ പറയത്തില്ല. വേവ്സ് ഒക്കെ ഇങ്ങനെ ക്രാഷ് ചെയ്ത് വരുന്നു, വേവ്സ് ഒക്കെ ഭയങ്കര ഹ്യൂജായിട്ട് വരുന്നു. അതാണ് ആംഗ്രി സീ എന്ന് ഉദ്ദേശിക്കുന്നത്. മെറ്റോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ. ഫോർ എക്സാമ്പിൾ ക്രൗൺ എന്ന് നമ്മൾ പറയുകയാണ്. ദ ക്രൗൺ വാസ് പ്രസൻറ്റ് ദെയർ. ക്രൗൺ എന്ന് വെച്ചാൽ കിരീടമാണ്. ആ കിരീടം ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? രാജാവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്രൗൺ വാസ് ദെയർ എന്ന് വെച്ചാൽ ദ കിങ് വാസ് ദെയർ ഇൻ ദി മീറ്റിംഗ്, അല്ലെങ്കിൽ ദ കിങ് വാസ് ദെയർ ബിഫോർ ദി ഓഡിയൻസ്. ഓക്കെ, അപ്പം ചില സൈൻ അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റാൻഡിങ് ഫോർ അനദർ ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിനക് ഡക്ക് എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഓക്കെ, അത് ഒരു ഹോൾ ഒരു കാര്യത്തിനെ കാണിക്കാൻ വേണ്ടി ഒരു പാർട്ട്, അതായത് ഒരു പാർട്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മൊത്തമുള്ളൊരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദി മാർബിൾ, അതായത് ഫോർ എക്സാമ്പിൾ 10 hands were in the ship, അല്ലെങ്കിൽ 10 hands strived for the sailing of the ship. 10 hands എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? 10 ആളുകളെയാണ്. ഹാൻഡ്സ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10 ആളുകളെയാണ്, ആളുകളുടെ കൈകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അതായത് ഒരു പാർട്ട് ഹോളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, മൊത്തത്തിലുള്ളൊരു കാര്യത്തിന് ഒരു ചെറിയൊരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർബലയാണ്. ഹൈപ്പർബല എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റിവേഴ്സ് ഓഫ് ബ്ലഡ് വാസ് ദെയർ ഓൺ ദി സ്ട്രീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചോര ഭയങ്കരമായിട്ട് ഒഴുകുമായിരുന്നു എന്ന് വെച്ചാൽ ചോര നദി പോലെ ഒഴുകുമായിരുന്നു എന്നാണോ? അല്ല, ഒരുപാട് ബ്ലഡ് ഷെഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻറ്റി തീസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആൻറ്റി തീസിസ് എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ഓഫ് വേർഡ്സ് ഓർ സെൻറ്റൻസ്. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ്, ഫ്രേസസ് ഓർ സെന്റൻസസ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് സ്ട്രെങ്ത് ആൻഡ് ഇംപ്രഷൻ. ഫോർ എക്സാമ്പിൾ കെയിം, സോ ആൻഡ് കോൺകേർഡ്. വന്നു, കണ്ടു, കീഴടക്കി. അതിനെയാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. വേർഡ്സ്, ഫ്രേസസ് അല്ലെങ്കിൽ സെന്റൻസിനെ ഇൻക്രീസിങ്ങിന്റെ ആ ഒരു സ്ട്രെങ്ത്തിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. ഓക്സിമൊറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേർഡ്സ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ്, ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്ന രണ്ട് വേർഡ്സ് ഒരുമിച്ച് കിടക്കും. ഫോർ എക്സാമ്പിൾ ക്രൂവൽ, കൈൻഡ്നെസ്. ക്രൂവലിന്റെ ഓപ്പോസിറ്റ് ആണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഹി വാസ് ലൈക്ക് അതായത് ഹി വാസ് എ മാൻ ഓഫ് ക്രൂവൽ കൈൻഡ്നെസ് എന്ന് വെച്ചാൽ അയാൾ പിന്നെ ക്രൂവലും ആണ്, അയാൾ കൈൻഡും ആണ്. ഓണമെറ്റോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേർഡ്സ് എക്കോയിങ് സൗണ്ട്. അതായത് ചില വാക്കുകൾ നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ടുകൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ദ സ്നേക്ക് വാസ് ഹിസ്സിങ്. ആ ഹിസ്സിങ് എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്നേക്കിന്റെ സൗണ്ട് തന്നെയാണ് ആ സ് എന്നുള്ളതിനകത്ത് വരുന്നത്, അല്ലേ? ഹിസ്സിങ് എന്നുള്ളത്. അതാണ് ഓണമെറ്റോപ്പിയ വേർഡ്സ് എന്ന് പറയുന്നത്. ദ റെയിൻ വാസ് റോറിങ്, അല്ലെങ്കിൽ ദ റെയിൻ വാസ് പാറ്ററിങ്. അതൊക്കെ ആ മഴ വീഴുന്ന സൗണ്ടാണ് ഈ റോറിങ് അല്ലെങ്കിൽ പാറ്ററിങ് എന്നുള്ള വേർഡ്സ് റെപ്രസെന്റ് ചെയ്യുന്ന സൗണ്ടുകൾ. അലിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ്, അതാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞിരുന്ന കൂടിയുണ്ട്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ട് വേറൊരു കാര്യത്തിനെ നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ എ റെസ്റ്റ്ലെസ് പില്ലോ. തലയണ എങ്ങനെയാണ് റെസ്റ്റ്ലെസ് ആവുന്നത്? തലയണയല്ല റെസ്റ്റ്ലെസ് ആവുന്നത്, അതിൻ്റെ പുറത്ത് കിടക്കുന്ന സ്ലീപ്പറാണ് റെസ്റ്റ്ലെസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ റെസ്റ്റ്ലെസ് പില്ലോ എന്ന് പറയുമ്പോൾ പില്ലോ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സ്ലീപ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പണ്ണെന്നുള്ളൊരു വാക്കുണ്ട്, PUN. പണ്ണെന്നുള്ളൊരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. പണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലേ ഓൺ വേർഡ്സ്, വേർഡ്സ് തമ്മിലുള്ളൊരു പ്ലേ. ഫോർ എക്സാമ്പിൾ ലിവർ എന്നുള്ള വാക്ക്, അത് മറ്റേ വണ്ടിയിലെല്ലാം യൂസ് ചെയ്യുന്ന ലിവറും ഉണ്ട്, അതുപോലെ നമ്മുടെ ഓർഗൻ ലിവറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പണ്ണെന്ന് പറയുന്നത്. രണ്ടാമത് കിടക്കുന്ന ഡിക്ഷൻ ആൻഡ് സിൻടാക്സ്. സിൻടാക്സ് എന്താണെന്നാണ്? ഡിക്ഷൻ എന്ന് വെച്ചാൽ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്. നമ്മൾ പോയിട്ട് ചൂസ് ചെയ്യുന്ന വൊക്കാബുലറിയാണ് ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന എന്തുമായിരിക്കും? ഒരു പോയം വായിക്കുമ്പോൾ അയാൾ എന്ത് കൈൻഡ് ഓഫ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ എവരിഡേ വേർഡ്സ് ആണോ, അതോ ഭയങ്കര സ്കോളർലി ആയിട്ടുള്ള വേർഡ്സ് ആണോ? പിന്നെ പോയിട്ട് യൂസ് ചെയ്യുന്നതിനകത്ത് ഈ ഒരുപാട് മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ്സ് വരുന്ന വാക്കുകളുണ്ടോ? പിന്നെന്താണ് ഗ്രാമറിനകത്ത് എന്തെങ്കിലും ഡീവിയേഷൻ? സിൻടാക്സ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാമറിനകത്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കട്ടെ. നാച്ചുറൽ വേർഡാണോ യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് സിമ്പിൾ ആയിട്ടുള്ള വേർഡാണോ, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? ഓർഡിനറി ആയിട്ടുള്ള വേർഡ്സ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റൻസിന്റെ സ്ട്രക്ചറിനുള്ള പഠിത്തം, അതായത് ആ സ്ട്രക്ചറൽ സ്റ്റഡി ഓഫ് സെന്റൻസ്, അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് റൂൾസ് ഓഫ് ഗ്രാമർ വെച്ചിട്ടാണോ എഴുതിയിരിക്കുന്നത്, അതോ ഡീവിയേറ്റഡ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത്? റിഥമും റൈമും ഉണ്ടോ? പിന്നെന്താണ് പറയുന്നത്? പോയറ്റിക് ലൈസൻസ് ഉണ്ടോ? പോയറ്റിക് ലൈസൻസ് എന്ന് വെച്ചാൽ പോയറ്റിന്
ഒരു ഫ്രീഡം ഉണ്ട്, ഏത് വേർഡ് വേണമെന്നുണ്ടെങ്കിലും ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാനുള്ള. അതാണ് പൊയറ്റിക് ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി കൊളോക്കേഷൻസ് ഒക്കെ, അതായത് ലോക്കൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ, പിന്നെ നോർമൽ സീക്വൻസിലാണോ വേർഡ്സ് എഴുതിയിരിക്കുന്നത്, ആ നോർമൽ ഓർഡറിലാണോ എഴുതിയിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പറ്റീഷൻസ് വല്ലതും വരുന്നുണ്ടോ, പിന്നെ എന്താ പറയുക, ഈ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണോ മീനിങ്സ് കൺവേ ചെയ്തിരിക്കുന്നത്, അതൊക്കെ. നെക്സ്റ്റ് വൺ വരുന്നത് റിഥമാണ്. റിഥം എന്ന് പറയുമ്പോൾ പോയട്രിയുടെ ഇൻ്റർപ്രിട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിഥം. റിഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബിൾസിൻ്റെ സ്ട്രെസ്ഡ് സിലബിളാണോ വന്നിരിക്കുന്നത്, അൺസ്ട്രെസ്ഡ് സിലബിൾ വന്നിട്ടുണ്ടോ, എത്ര സ്ട്രെസ്ഡ് സിലബിളുണ്ടോ ഒരു ലൈനിനകത്ത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് ആണ്. എവിടെയാണ് സ്ട്രെസ്സ് ഫോളോ ചെയ്യുന്നത്, ഗ്രാമാറ്റിക്കൽ വേർഡ്സ് ഉണ്ടോ, അതായത് തന്നെ പ്രോനൗൺസോ ആർട്ടിക്കിൾസോ ഒക്കെ അൺസ്ട്രെസ്ഡ് ആയിട്ടാണോ പോയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി മീറ്ററിനകത്ത് വരുമ്പോൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസോഡി എന്ന് പറഞ്ഞൊരു മീറ്റർ. പ്രൊസോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊസോഡി എന്ന് പറയുന്നത് അതെന്ന് പറയുന്ന ഈ സയൻസ് ഓഫ് റൈറ്റിംഗ് പോയട്രി, അതാണ് പ്രൊസോഡി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മീറ്ററിനെ കുറിച്ചുള്ള പഠനമാണ് പ്രൊസോഡി. ഇനി ഫൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇംഗ്ലീഷ് മീറ്ററിലുള്ള ബേസിക് യൂണിറ്റ് ആണ് ഫൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ സ്ട്രെസ്ഡ് സിലബിലും അൺസ്ട്രെസ്ഡ് സിലബിലും തമ്മിലുള്ള ആ ഒരു ഇതാണ് നമ്മൾ മീറ്ററിനകത്ത് പറയുന്നത്. അതായത് ട്രൊക്കെ, അയാംബിക്, സ്പോണ്ടേ, പൈറിക്, അനാപ്പസ്റ്റ്, ഡക്റ്റീൽ. ഓക്കെ, പിന്നെ ഇനി നമ്പർ ഓഫ് ഫീറ്റ് വെച്ചിട്ട് ഓരോ ലൈനും വേരീഡ് ആവാം. അതായത് ഒരു ലൈനിനകത്ത് ഒരു ഫൂട്ടേ ഉള്ളെങ്കിൽ അത് മോണോമീറ്റർ, 2 ഫീറ്റ് ഉണ്ടെങ്കിൽ ഡൈമീറ്റർ, 3 ഫീറ്റ് ഉണ്ടെങ്കിൽ ട്രൈമീറ്റർ, 4 ഫീറ്റ് ആണെങ്കിൽ ടെട്രാമീറ്റർ, 5 ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ പെൻറ്റാമീറ്റർ, 6 ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹെക്സമീറ്റർ, 7 ഫീറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഹെപ്റ്റമീറ്റർ, 8 ഫീറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഒക്ടമീറ്റർ. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പാറ്റേൺ ഓഫ് സൗണ്ടുകൾ എങ്ങനെയാണെന്ന്. ഇപ്പോൾ പാറ്റേൺ ഓഫ് സൗണ്ടുകൾ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് റൈം എങ്ങനെയാണ് വരുന്നത്, റൈമിംഗ് വേർഡ്സ് ഉണ്ടോ. ഇനി ആ റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ തന്നെ റിവേഴ്സായിട്ട് റൈമിങ് വരുന്ന വാക്കുകളുണ്ടോ, അതായത് ലാസ്റ്റ് കോൺസണൻറ്റ് സൗണ്ട്സ് ഡിഫറൻ്റ് ആയിരിക്കും. അസോണൻസ് ഉണ്ടോ, അതായത് അസോണൻസ് എന്ന് വെച്ചാൽ വൗവൽ സൗണ്ടുകൾ തമ്മിൽ സെയിം ആയിരിക്കും. പാരാ റൈം എന്ന് വെച്ചാൽ വൗവൽ സൗണ്ട്സ് ഡിഫറൻ്റ് ആയിരിക്കും. കൺസണൻസ് എന്ന് വെച്ചാൽ കോൺസണൻറ്റ് സൗണ്ടുകൾ തമ്മിൽ അടുപ്പിച്ച് കിടക്കുന്നത് തമ്മിൽ സെയിം ആയിരിക്കും. അലിട്രേഷൻ എന്ന് വെച്ചാൽ റെപ്പറ്റീഷനാണ്. ഹീറോയിക് കപ്ലെറ്റ് ഉണ്ടോ, അതായത് ഹീറോയിക് കപ്ലെറ്റ് എന്ന് വെച്ചാൽ റൈംഡ് അയാംബിക് പെൻറ്റമീറ്ററിനെയാണ് നമ്മൾ ഹീറോയിക് കപ്ലെറ്റ് എന്ന് വിളിക്കുന്നത്. ബ്ലാങ്ക് വേഴ്സ് എന്ന് വെച്ചാൽ അൺറൈംഡ് അയാംബിക് പെൻറ്റമീറ്റർ. ഇനി ഫ്രീ വേഴ്സ്, അതായത് ഒരു പോയട്രി ഫ്രീ വേഴ്സിൽ എഴുതാന്ന് വെച്ചാൽ ഒരു റൈമും ഇല്ല, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റൂളും ഫോളോ ചെയ്യാതാണോ എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. ഈ DH ലോറൻസും എസ്ര പൗണ്ടുമാണ് ഫ്രീ വേഴ്സിൻ്റെ ആളുകൾ. സോ ഒരു പോം നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഒരു ജനറൽ തീം എന്താണെന്ന് നോക്കുക, ടോൺ എന്താണെന്ന് നോക്കുക, മീനിങ് ഓഫ് ദ പോം എന്താണെന്ന് നോക്കുക, പിന്നെന്താ പറയുക, എന്താണ് പോയിറ്റിൻ്റെ പേർപ്പസ്, പിന്നെ സ്റ്റൈല്, ഡിക്ഷൻ, സിൻടാക്സ്, റിഥം, മീറ്റർ ഓഫ് ദി പോം നോക്കുക. ലാസ്റ്റ് ഫൈനൽ ജഡ്ജ്മെൻറ്റിനകത്ത് എന്താണ് നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന എവിഡൻസിനെ എല്ലാം കൂടി ഒരു ക്രിട്ടിക്കലായിട്ടുള്ള പ്രോസസ്സിൽ വെച്ചിട്ട് നമ്മൾ എഴുതുക. ഫൈനൽ ജഡ്ജ്മെൻറ്റ് റീഡറിന് വായിക്കുമ്പോൾ ഒരു ക്ലിയർ പിക്ചർ വേണം കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.